സ്വാമിയെ ശരണമയ്യപ്പ. നമ്മൾ സന്നിധാനത്തെത്തിയിരിക്കുകയാണ്. സന്നിധാനത്തെ വലിയ നടപ്പന്തലാണിത്. ആയിരക്കണക്കിന് ഭക്തർക്ക് ക്യൂവിൽ തുടരാനും വിശ്രമിക്കാനുമുള്ള സൗകര്യം ഈ വലിയ നടപ്പന്തലിലുണ്ട്. ഇത് വെടിവഴിപാടിനുള്ള നേർച്ച കൗണ്ടറാണ്. നടപ്പന്തലിൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ അയ്യപ്പൻ്റെ വിവിധ ഭാവങ്ങൾ. മണ്ഡലകാലത്ത് ഭക്തരുടെ സംഗീതാർച്ചന നടക്കുന്നത് ഇവിടെയാണ്. മണ്ഡലകാലത്ത് ഈ വലിയ നടപ്പന്തലിൽ വലിയ തിരക്കായിരിക്കും. മണിക്കൂറുകളോളം ഇവിടെ ക്യൂ നിന്നതിന് ശേഷമാണ് പടി കയറാനും അയ്യപ്പനെ കാണാനുള്ള അവസരം ലഭിക്കുക. നടപ്പന്തലിലെ സ്റ്റേജാണ്. മണ്ഡലകാലത്ത് നിത്യവും ഇവിടെ സംഗീത അർച്ചനകൾ ഉണ്ടാവും. പല സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ ഈ സ്റ്റേജുകളിൽ ഭജനകൾ അവതരിപ്പിക്കാറുണ്ട്. ഒരു സ്വാമി അവിടെയുള്ള വിഗ്രഹങ്ങളെ നമസ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗണപതി ഭഗവാനെ നമസ്കരിച്ചിട്ട് അദ്ദേഹം അയ്യപ്പൻ്റെ അരികിലെത്തിയിരിക്കുകയാണ്. ശരിക്കും അതിവിശാലമാണ് വലിയ നടപ്പന്തൽ. ആയിരക്കണക്കിന് സ്വാമിമാർ ഒരേ സമയത്ത് മണിക്കൂറുകൾ ക്യൂ നിൽക്കുമ്പോൾ തന്നെ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. അയ്യപ്പൻ്റെ ദർശനം കഴിഞ്ഞതിന് ശേഷം വലിയ സ്വാമി വിരിവെച്ച് കെട്ടുകളൊക്കെ ഇറക്കി, കെട്ടുകളെല്ലാം തുറന്ന് അതിൽ നിന്ന് നെയ്ത്തേങ്ങയെടുത്ത് നെയ്യൊരു പാത്രത്തിലേക്ക് നിക്ഷേപിച്ച് അഭിഷേകത്തിനായി കൊണ്ടുപോകും. ആ കാര്യങ്ങളാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണ് ശബരിമല. അണുവിട ആചാരങ്ങളിൽ തെറ്റുവരുത്താതെ അത് പരിപാലിക്കുന്നതാണ് ഭക്തർ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലേക്കുള്ള വഴിയാണിത്. കെട്ടില്ലാതെ വരുന്ന ഭക്തർക്ക് വടക്കേ നടയിലൂടെ മുകളിലെത്തി പടികയറി വരുന്ന സ്വാമിമാരുടെ അരികിൽ തന്നെ ചേർന്ന് പോയി മുന്നോട്ട് നടന്ന് ഭഗവാനെ ദർശിക്കാൻ കഴിയും. നേരത്തെയൊക്കെ തൊട്ടരികിൽ നിന്ന് തന്നെ വടക്കേ നടയിലൂടെ കയറാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ആ ക്യൂവിന് നീളം കൂട്ടിയിട്ടുണ്ട്.
മാളികപ്പുറവും കഴിഞ്ഞുള്ള ഭാഗത്ത് പോയിട്ട് നമ്മൾ മുകളിലേക്ക് കയറി ആ ക്യൂവിലേക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് വടക്കേ നടയിലേക്ക് എത്താൻ കഴിയും. സന്നിധാനം അടുത്തൊന്നും നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. വളരെയധികം സുരക്ഷാ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. വളരെ തിരക്കാണ്. എന്നാലും മണ്ഡലകാലത്തെ പോലെയല്ല, നമുക്ക് കുറച്ചു നേരം സാവകാശത്തിൽ നിന്ന് അയ്യപ്പനെ കാണാനുള്ള അവസരം ഓഫ് സീസണിൽ പോയി കഴിഞ്ഞാൽ ലഭിക്കും. ഇത് അയ്യപ്പനെ എൻ്റെ പൂജയ്ക്കായുള്ള പുഷ്പങ്ങൾ തയ്യാറാക്കുന്നതാണ്. അഭിഷേകത്തിന് നെയ്യ് കൊടുക്കാതെയുള്ള സ്വാമിമാർ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കുറച്ച് കുറവായിട്ടുള്ളവരാണെങ്കിൽ അത് ഇവിടെ നെയ്ത്തേങ്ങ ഉടച്ച് നെയ്യ് ഇവിടെ നിക്ഷേപിച്ചാൽ ഇവിടുന്ന് എടുത്ത് ക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുന്നതാണ്. സന്നിധാനത്തെ കൊടിമരം, പടികയറി മുകളിലേക്ക് എത്തുന്ന ഭക്തർ ഈ മണ്ഡപത്തിലേക്കാണ് ആദ്യം കടക്കുക. ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ അയ്യപ്പന്റെ സന്നിധാനം, അയ്യപ്പന്റെ ശ്രീകോവിലാണ്. അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ പിന്നിലുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വീണ്ടും പടി മുകളിലേക്ക് കയറി മാളികപ്പുറത്തേക്ക് പോവുക. മണ്ഡലകാലത്ത് ഇങ്ങനെയായിരിക്കില്ല, ഭയങ്കരമായ തിരക്കായിരിക്കും. ഒരല്പം പോലും ആൾക്കാരില്ലാത്ത ഒരു സ്ഥലം അവിടെ ബാക്കി ഉണ്ടാവില്ല. ഇത് സന്നിധാനത്തിൻ്റെ അരികിൽ തന്നെ, സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞിറങ്ങിയ അയ്യപ്പന്മാർ അവരുടെ നെയ്ത്തേങ്ങ ഉടച്ച് അഭിഷേകത്തിനായി നെയ്യ് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ്. ഇത് നമ്മൾ സന്നിധാനത്തിൽ നിന്ന് മുകളിലുള്ള പാതയിലൂടെ പോകുമ്പോൾ താഴെയുള്ള കാഴ്ചയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ സംഘങ്ങളായിട്ടാണ് ഭക്തരെത്തുക. വലിയ പാത്രങ്ങളിലാണ് നെയ്ത്തേങ്ങയിൽ നിന്ന് ശേഖരിച്ച് അഭിഷേകത്തിനായി കൊണ്ടുപോവുക. നെയ്യ് അയ്യപ്പനെ നേരിട്ട് അഭിഷേകം ചെയ്ത് പാത്രത്തിൽ കുറച്ച് നെയ്യുമായിട്ടാണ് തിരികെ ലഭിക്കുക. ഇതൊരു വലിയ ചടങ്ങാണ്. അതുപോലെ തന്നെ കെട്ടിലുള്ള അരിയും മലരും അങ്ങനെയുള്ള സാധനങ്ങൾ നിക്ഷേപിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. സന്നിധാനത്ത് ഈ ഒരു വശത്ത് പോകാനുള്ള വഴിയും വരാനുള്ള വഴിയുമാണ്. അപ്പോൾ ഒരു വഴി മാത്രമാണ് ഉപയോഗിക്കുന്നത്.
മണ്ഡലകാലത്ത് ഈ വഴിയെല്ലാം തിങ്ങി നിറഞ്ഞായിരിക്കും സ്വാമിമാരുടെ യാത്ര. ഇത് അയ്യപ്പനെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പടിയിലൂടെ നടന്ന് മാളികപ്പുറത്തെത്തുന്ന ഭാഗമാണ്. 18ാം പടി പടിപൂജ നടക്കുകയാണ്. പടിപൂജ കാണുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അയ്യപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർ ഈ ചാനലൊന്ന് പരിചയപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വനന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്തേ, വണക്കം. സ്വാമി ശരണമയ്യപ്പ.